ഓണാകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിലെത്തണ്ടേ. അപ്പം അതിനിതാ ദിവസമുള്ളത് അന്നന്ന് നമ്മൾ പാക്ക് ചെയ്യുകയാണ് കേട്ടോ. പാക്ക് ചെയ്ത് കൊടുത്തു വിടുകയാണേ. ഇനി ആകെ ഇനി 3-4-5 ദിവസമല്ലേ ഉള്ളൂ അല്ലേ. അപ്പം അത് 2 മണി വരെ അല്ലേ നമുക്ക് പോസ്റ്റ് ഉള്ളൂ. ഇപ്പോൾ 2 മണിയാകുമ്പോഴേക്കും ഇതവിടെ എത്തിക്കഴിഞ്ഞാലാണ് എത്തുള്ളൂ. അതാ നാളെ 2 ദിവസം മുമ്പ് കൊടുത്തത് മഴ എന്തോ പ്രശ്നമായിട്ട് ഇത് തുണിയല്ലേ കൊണ്ടുപോകാൻ പഠിച്ചിട്ട് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അതാ ഇന്ന് രാവിലെ വന്നതാണ്. അപ്പം എന്നാൽ വേഗം അവർക്ക് എല്ലാവർക്കും പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫാൻസി ഉണ്ട് കേട്ടോ. ഫാൻസിയൊക്കെ നമ്മുടെ ഒട്ടുമിക്ക ഫാൻസികളും കഴിഞ്ഞു അല്ലേ ഏട്ടാ. ഇനി കുറച്ചല്ലേ ഉള്ളൂ, ഇനി കുറച്ചേ ഉള്ളൂ. ഇനി ഓണം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അതൊക്കെ കൊണ്ടുവരിക. അതിൽ ഈ ഒരു മാല തരുമോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു. ഈ ഒരു മാല തരുമോ ചേച്ചി, ഇതുണ്ടോ, ഇങ്ങനത്തെ മാല തരുമോ എന്നുള്ളത്. ഇത് ഞാൻ അച്ചുട്ടിക്ക് വാങ്ങിയ ഒരു മാലയാണ് കേട്ടോ. ഇതുപോലുള്ള ഫാൻസി മാല എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിരിക്കുക. ആദ്യം എടുക്കാന്ന് വിചാരിച്ചു, പിന്നെ തോന്നി ഇതൊക്കെ ആരും വാങ്ങാനാന്ന് വിചാരിച്ചു. പക്ഷെ ഈ മാലയ്ക്ക് ഭയങ്കര എത്ര പേരാ ഈ മാല ചോദിച്ചു പറഞ്ഞിട്ടാ. അപ്പോൾ ഈ മാലയ്ക്ക് നമ്മൾ കൊണ്ടുവരാം. കുറേ പേര് ചോദിച്ചു ആ മാല തരുമോ, ആ മാല തരുമോ. നമ്മൾ അന്ന് പോയപ്പോൾ അനിയേട്ടൻ പറഞ്ഞു ആ മാല എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തില്ല. അപ്പം ഞാൻ ഒരു പീസ് മാത്രമേ എടുത്തുള്ളൂ. എഴുതണ്ടേ ഇനി ഇതിന് എഴുതാനൊന്നുമില്ലല്ലോ. ഇനി നാളേക്കുള്ളത് നാളെ ശനിയാഴ്ച തിങ്കളാഴ്ച വരെ കൊടുക്കാൻ പറ്റില്ലേ നമുക്ക്. അതിപ്പോ ഇന്ന് വരെ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ സ്റ്റോക്കില്ലേ, ഇന്നത്തെ സ്റ്റോക്ക് ഒരു 1.5 സ്റ്റോക്കാണ് കേട്ടോ. അത് കണ്ട് നോക്കി നോക്കൂ. മൽക്കോട്ട വേണം എന്ന് പറഞ്ഞവർക്ക് മൽക്കോട്ട ഉണ്ട്. അതേപോലെ പ്രിന്റഡ് സാരികൾ വേണം എന്ന് പറഞ്ഞവർക്ക് പ്രിന്റഡ് സാരി ഉണ്ട്. ഓഫ് വൈറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇനി വരുന്ന സാരികളൊക്കെ വെറൈറ്റിയാണ്. അതേപോലെ നെയ്റ്റികളാണ് പറഞ്ഞു വെച്ചാലും ഞാൻ നെയ്റ്റികളൊന്നും അങ്ങനെയല്ല എല്ലാവർക്കും ഇഷ്ടാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു എങ്ങനെ നെയ്റ്റി നമ്മൾ കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നെയ്റ്റി നമ്മുടെ വേഗം പോയി. ഇനി ആകെ നമുക്ക് 2 നെയ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെയുള്ള നെയ്റ്റികളൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ രാവിലെ നമ്മൾ വൈകുന്നേരത്തൊക്കെ പാക്ക് ചെയ്തു. ഒന്നിപ്പോൾ രാവിലെ ഒന്ന് കിട്ടിയത് അത് നമ്മളിപ്പോൾ അയച്ചതാണ് കേട്ടോ. നമുക്ക് കുറേ ആൾക്കാർ ലൊക്കേഷൻ ഐ ഡി എന്താ ട്രാക്കിംഗ് ഐ ഡി ചോദിച്ചിരുന്നു. പക്ഷെ നമുക്ക് എന്താണെന്നറിയോ, ഒരു ദിവസം കൊടുക്കുമ്പോൾ അത്യാവശ്യം കൊടുക്കാണ്ടാവും കേട്ടോ. ഇതിപ്പോൾ കുറച്ച് പീസുകളാണ് ഇന്ന് കൊടുക്കണുള്ളൂ. ഇതിലും കൂടുതൽ പീസുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം അത് കാരണം നമുക്കത് കിട്ടാറില്ല കേട്ടോ. സിസ്റ്റത്തിൽ കയറ്റി വരുമ്പോൾ സമയം എടുക്കണം. അപ്പം നമ്മളത്തെ പൊക്കോളം പറയാതെ കയറ്റിയിട്ട് അയക്കാന്ന് പറയുക ചെയ്യുക. കുഞ്ചൂസ് പിന്നെ ഒരു സന്തോഷം കൂടി നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ, അത് മാത്രമേ പറയുള്ളൂ. ഇത്രയും നമ്മുടെ ഈ പേജിൻ്റെ ഇത് മുതൽ ഇതുവരെ ഇതില്ലാലേ ഇതുവരെ നമുക്ക് ഓർഡർ കിട്ടിയതാണ് കേട്ടോ. കണ്ടോ, ഇത്രയും പേജുകൾ അല്ലേ നമുക്ക് ഓർഡറുകൾ കിട്ടിയതാണ്. അപ്പോൾ പിന്നെ പുറമെ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങിയവർ അത് പുറമെ അതൊന്നും നമ്മൾ എഴുതി വെച്ചിട്ടില്ല. അത് പുറമേലേട്ടാ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങിക്കൊണ്ടുപോയവർ അത് നമുക്കറിയാലോ. അങ്ങനെ ഒരുപാട് സന്തോഷം. നമ്മളെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെല്ലാവരും എന്താ പറയുക സപ്പോർട്ട് ചെയ്തതിന് കേട്ടോ. അപ്പം അതും കൊണ്ടാണ് നമ്മൾ ഇനി ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു 10 സാരിയോളം നമ്മൾ കൊടുത്തിരുന്നു കേട്ടോ. ഓരോരുത്തർക്ക് വന്നിട്ട് കൊടുത്തിരുന്നു. ഇനി കുറച്ച് പീസുകളുണ്ട്. കുറച്ച് പീസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന സാരികൾ കണ്ടോ. ഇതേപോലെ ഡെയിലിയൊക്കെ നമുക്ക് ഉപയോഗിക്കും. ഇപ്പോൾ സാരി ഉടുക്കണ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാരൊക്കെ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന സാരികളില്ലേ, അങ്ങനത്തെ സാരികൾ നമ്മൾ പിന്നെ എടുത്തതാണ്. അത് ആദ്യം എടുത്തത് പോയി. അതിൽ എനിക്ക് കുറേ നെഗറ്റീവ് കേട്ടിരുന്നു. കാരണം സാരി സെലക്ഷൻ പോരാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അമ്മമാരെടുത്തത് ഈ സാരിയാണ് കേട്ടോ. പറയുന്നവർക്കൊന്നും അറിയില്ല, നമ്മൾ കണക്കാക്കുന്നതൊന്നുമല്ല ആവശ്യക്കാർക്ക് വേണ്ടത്. അപ്പോൾ ഇനി 2 നെയ്റ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ 2 നെയ്റ്റി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നിങ്ങൾ കാണുമ്പോൾ ഒരു ഇത് നമ്മളെന്താണെന്ന് അറിയാം, ഇങ്ങനെ ഇപ്പോൾ ഒരു ചേച്ചി വിളിച്ചിട്ട് അവർക്ക് ഈ ഡെയിലി ഉപയോഗിക്കുന്ന സാരികളുടെ ഫോട്ടോസ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന സ്ഥലം ഇവിടെ പിന്നെ ആ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ കാണിച്ചതാണ് കേട്ടോ. കണ്ടോ, ഇത് ഫ്രീ സൈസാണ് കേട്ടോ. കണ്ടില്ലേ, എനിക്ക് കണ്ടോ, കണ്ടില്ലേ
ലെങ്ത്തും ഉണ്ട്. ഇതാ കൈ നോക്കി നോക്കും. അല്ല അതിന് എടുത്തത് മാക്സിമം എല്ലാം അതേപോലെയുള്ള സൈസെല്ലാം എടുത്തിട്ടുള്ളൂ. ചെറുത് ഏതെടുത്തില്ലല്ലോ. ആകെ ഒരെണ്ണത്തിൽ ചെറുതെടുത്തുള്ളൂ അല്ലേ? ആ അത് എന്താ ചെയ്തില്ലേ? ഇതാ പോക്കറ്റും ഉണ്ട് കേട്ടോ. ഇതൊന്ന് പിന്നെതാ പിന്നെ ഒരു നൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ആ നൈറ്റിയുടെ 2 സൈഡും പൂക്കളായിട്ടുള്ളത്. നമ്മളത് അവിടെ നിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച്, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ നിവർത്തി നോക്കിയില്ല കേട്ടോ ആ സാരി. ആ ഇതുണ്ട്. ഇതിൻ്റെ കളറൊരു ഇത് കുറച്ച് എന്താ, ഞാൻ നല്ല ഉയരണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഇവിടെ ഇങ്ങനെ എംബ്രോയിഡിങ് വർക്കായിട്ട് ഇതാണ് കുറച്ച് നീളം കുറവുള്ളത്. എന്താ കണ്ടോ? നെക്കിലൊക്കെ നല്ല വർക്കുള്ള ഇതാ ഇതൊക്കെ ഉണ്ടോ? എംബ്രോയിഡിങ് നല്ലുണ്ട്. എനിക്ക് ഓണമാകുമ്പോഴേക്കും, ഓണത്തിൻ്റെ ആ സമയമാകുമ്പോഴേക്കും സെയിലൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം നമുക്കൊരു എന്താ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ കാണിക്കാത്താണല്ലോ. ഇതിൻ്റെ വേറൊരു അതൊക്കെ വീഡിയോ കാണിക്കാണ്ട് തന്നെ കുറേ ചേച്ചിമാരെന്താ പറഞ്ഞെന്നറിയോ, പ്രസ്സി എടുക്കണ നൈറ്റി അല്ലേ, അത് പ്രസ്സിക്ക് നൈറ്റി എടുക്കാൻ നല്ല അറിയാം പ്രസ്സി. അപ്പോൾ അതുകൊണ്ട് എന്താ ഞങ്ങൾക്ക് പ്രസ്സി സെലക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് 7 എണ്ണം ഒരു ചേച്ചി എടുത്തിട്ട് പോയി. പിന്നെ വേറൊരു ചേച്ചി 6 എണ്ണം എടുത്തിട്ട് പോയി. അങ്ങനെ നമ്മുടെ നെറ്റികൾ പോയിട്ടാ. ഇതവിടെ ഇവിടെ ഈ പോക്കറ്റ് ഉണ്ടോ നോക്കിയതാണ് ഞാൻ. ഇതിൽ പോക്കറ്റില്ല കേട്ടോ. ആ പോക്കറ്റ് ഉണ്ടോ? ഇല്ല. നുള്ളിപ്പൊറുക്കി കളയുന്നു. ഇതാ കണ്ടോ? ഇതും അല്ലാതെ ഈ ഭാഗം ഫുള്ളും വർക്കുകൾ വരുന്ന ഒരു നെറ്റി ഉണ്ടായിരുന്നു. നല്ലൊരു സൈഡ് ഒരു പ്ലെയിനിൽ കൂടെ മാത്രം വർക്ക്. എന്നിട്ട് ഇവിടെയും കുറച്ച് പ്ലെയിൻ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ വർക്കായിട്ട് വരുന്ന നല്ല അടിപൊളി നെറ്റി ഉണ്ടായിരുന്നേ. ഞാനത് വീഡിയോയിലും കൂടി കാണിച്ചില്ല. ഞാൻ അങ്ങനെ ചിലവരിങ്ങനെ ഫോട്ടോസ് അയച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ അവരത് വേഗം എടുക്കും കേട്ടോ. അവർക്കത് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഈ തുണീനേക്കാളിലും കണ്ടോ, ഇത് പ്യുവർ കോട്ടൺ തുണിയാണ് കേട്ടോ നൈറ്റി. പക്ഷെ ഇതിന് എല്ലാ നൈറ്റിയും പ്യുവർ കോട്ടൺ തന്നെയാണ്. പക്ഷെ ഓരോ തുണികളും ഓരോ രീതികളാണ് അല്ലേ. ചിലതൊരു ഇങ്ങനെ എങ്ങനെയാ പറയട്ടാ, തൊടുമ്പോൾ നമുക്കൊരു നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. ചിലതിങ്ങനെ ഒരു പരപരാന്നിരിക്കും കേട്ടോ. ഇതൊക്കെ നല്ല സ്മൂത്ത് നൈറ്റികളാണ് കണ്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നൈറ്റി സ്റ്റോക്ക് രണ്ടാമത് നൈറ്റി ഇറക്കുന്നുണ്ട്. ഞാൻ ഏട്ടനോട് പറഞ്ഞു നൈറ്റിയൊക്കെ ഇനി നിങ്ങൾ ചോദിച്ച ഈ ഒരു രീതിയിലുള്ള നെയ്റ്റില്ലേ, മാനസികട്ട് ഇങ്ങനെയുള്ള നെയ്റ്റികൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഈ നെയ്റ്റികൾ അധികം ഈ ഭാഗത്ത് എവിടെയും കടകളിൽ കിട്ടില്ല. ഇത് ഞാൻ എവിടെയായിട്ടാ പോയിട്ട് വരുമ്പോൾ എടുത്തത്, പാലക്കാട് പോയിട്ട് വരുമ്പോൾ എടുത്തതാണ് അല്ലേ. ഇതും ഇതിൻ്റെ ഒരു മഞ്ഞ കളർ നെയ്റ്റിയും കണ്ടില്ലേ, അങ്ങനെ എടുത്തതാണ് കേട്ടോ അത്. പക്ഷെ എന്താ എനിക്കിഷ്ടമാണ്. നമ്മളെപ്പോലെ കുറച്ച് തടിയൊക്കെ ഒരു ഇത് തോന്നുന്നവർക്ക് ഇങ്ങനത്തെ നെയ്റ്റി ഇടുമ്പോൾ ഒന്നും കൂടി ഒരു തടി കൂടുതൽ തോന്നിച്ചു വെച്ചാലും വൃത്തികേടുണ്ടാവില്ല അല്ലേ. ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന നൈറ്റിനേക്കാളും ഇങ്ങനത്തെ നൈറ്റി ഒരു വൃത്തിയായിട്ട് തോന്നില്ലേ. പിന്നെ ഇതിൽ എന്താ പറയാനുള്ളതെന്നറിയോ, പിന്നെയും ഇതൊക്കെ പിന്നെ നമുക്ക് ഓർഡറായി പോയ ഈ സെറ്റ് മുണ്ടൊന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഈ സെറ്റ് മുണ്ട് ഒന്നും കാണിച്ചിട്ടില്ല. ഇത് ടിഷ്യൂവിൻ്റെ സെറ്റ് മുണ്ടാണ്. ഇത് എവിടേക്കുള്ള സെറ്റ് മുണ്ടാണെന്നറിയോ, അങ്ങ് അമേരിക്കയ്ക്കുള്ള സെറ്റ് മുണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൊറിയർ ചാർജ് എത്ര വരുമെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മളങ്ങനെ നിൽക്കുകയാണ്. ഇത് 280 തന്നെയാണ്. എല്ലാതും 280 ഇതാ. ഇത് ആ ചേച്ചി പ്രത്യേകിച്ച് ഇങ്ങനത്തെ വാടാമല്ലി കളർ തന്നെ വേണം പ്രസിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എടുത്തതാണിതാ കണ്ടോ. ഇതിന് റേറ്റും ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ റേറ്റും ഉണ്ട്. അപ്പോൾ നല്ല വർക്കും ഉണ്ട് നല്ല റേറ്റും ഉണ്ട്. അപ്പോൾ ഇത് നമ്മളങ്ങനെ അവർക്ക് ഓണാകുമ്പോഴേക്കും എത്തിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കിത് അത്രയും ദൂരത്തേക്കൊക്കെ അപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അത്രേ. അപ്പോൾ അവരുടെ ഫ്രണ്ട് വരുന്ന സമയത്ത് അവർക്ക് കൊടുത്താൽ മതി, ഇത് ഇവിടെ എടുത്ത് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ ഈ സെറ്റ് മുണ്ടൊന്നും നിങ്ങൾക്ക് കാണിച്ചിട്ടേ ഇല്ല അല്ലേ. അയച്ചു കൊടുക്കുക. അവർ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അമേരിക്കയ്ക്ക് അയച്ചു കൊടുക്കണം. പോയി ചോദിക്കാൻ പറഞ്ഞവർ. അവർക്ക് എത്ര പൈസ ചെയ്യലും കുഴപ്പമില്ല, എന്താ പ്രസിഡന്റ് നിന്ന് ഒരു ഓണക്കോടി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് പറഞ്ഞു. അപ്പോൾ നമ്മൾ അപ്പോൾ എന്താ അത് പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമല്ലേ. നമ്മളെ വിളിച്ച് അവർ നമ്മുടെ സമയത്തേക്ക് വിളിച്ച് നമ്മളോട് ഇത് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാവും. അപ്പോൾ
കഥകളിയൊക്കെ അവർക്ക് ഇഷ്ടമായി, ഇതും ഇഷ്ടമായി ഇത്ര കേട്ടോ. എന്താണെന്നറിയാം, നമ്മുടെ ശംഖുപുഷ്പം ഇഷ്ടമായി. പക്ഷെ അവിടുത്തെ കാലാവസ്ഥ കൊണ്ടോ എന്തോന്നറിയില്ല, അവർക്ക് വെള്ളം തുണി തിരുമ്പി കഴിഞ്ഞ് വെച്ചാൽ അതിൽ അല്ലെങ്കിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി 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 കുത്തുകൾ വരും അത്രേ. അപ്പോൾ ടിഷ്യൂ ആകുമ്പോൾ അങ്ങനെ പ്രശ്നം വരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് എടുക്കാൻ പറഞ്ഞിട്ടോ. ഇതൊന്നും ഇതൊന്നും നമ്മൾ എന്താ നമ്മുടെ എങ്ങനെ പറയുക, കാലാവസ്ഥയ്ക്ക് അല്ലേ, കാലാവസ്ഥയ്ക്ക് പറ്റും. ഇനി അവിടുത്തെ തന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ അതാണ് ആ ചേച്ചി ടിഷ്യൂ കൊടുത്താൽ മതി പറഞ്ഞത്. നിങ്ങൾക്ക് നെയ്റ്റികൾ വേണ്ടവരുള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ നെയ്റ്റികൾ ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഇന്ന് കൊണ്ടുവന്ന സ്റ്റോക്കുകളുടെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നാളെയും കൂടി നമ്മൾ അധികം ഈ വീഡിയോ തുണികളുടെ വീഡിയോസ് ചെയ്യുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓണത്തിൻ്റെ തിരക്കുകളായില്ലേ, ശർക്കര വരട്ടി ഉണ്ടാക്കണം, കായവത്തൽ ഉണ്ടാക്കണം. അപ്പോൾ അമ്മ പറയുന്നുണ്ട് എല്ലാ തിരക്കും പാടായിട്ട് പറ്റുണ്ടാവില്ല, ഈ എന്താ കടയിൽ നിന്ന് വാങ്ങാൻ ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശർക്കര വരട്ടി കായവത്തൽ ഒക്കെ നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്ത്. അധികം ഒന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല. പപ്പടം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ചേട്ടാ. പച്ചക്കറി പപ്പടം അങ്ങനെയുള്ള സാധനങ്ങളല്ലാതെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്ത്. കൊണ്ടാട്ടം അടക്കം നമ്മൾ സാധനങ്ങൾ കുറച്ചല്ലേ ഉള്ളൂ. ഇനി കുറച്ച് കൊണ്ടുവരുന്നത് പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ജാതി സാധനങ്ങളാണ്. മൽക്കോട്ടൻ അതാണ് പറഞ്ഞത്. എല്ലാവരും പോയാലും പോയില്ലെങ്കിലും 2 ദിവസം മുന്നേ നിർത്തിയേക്കുക. 2 ദിവസം മുമ്പ് നമ്മൾ നിർത്തിയേക്കും. അത് കഴിഞ്ഞ് പിന്നെ എന്താ ഓണം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അധികം നമ്മൾ സെയിൽ തുടങ്ങുള്ളൂ. പിന്നെ അത് കുറേ കൂട്ടുകാർ ഇപ്പോഴും നമ്മുടെ അടുത്ത് ഇത് ചോദിച്ച് വരുന്നുണ്ട്. എന്താണെന്നറിയോ, ചേച്ചി എന്താ ശംഖുപുഷ്പം എൻ്റെ ഇല്ല, ശംഖുപുഷ്പം തരുമോ ചേച്ചി, എന്താ ശംഖുപുഷ്പം സെറ്റ് മുണ്ട് തരുമോ, സെറ്റ് സാരി തരുമോ. അപ്പം നമുക്കത് കിട്ടാൻ വഴിയില്ല. നമ്മൾ അന്വേഷിക്കുന്നിടത്തൊക്കെ അവർ വില കൂട്ടിയിട്ട് ഓണ സമയമൊക്കെ ആയപ്പോൾ ഒന്നും കൂടി നല്ല രീതിയിൽ വില കൂട്ടിയില്ലേ. ഫാൻസി വില കൂട്ടി കൊടുക്കാൻ പറ്റില്ല നമുക്ക്. ഒരുപാട് ഇപ്പം നമ്മൾ ഒരുപാട് വില കൂട്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ ഫാൻസി സാരി വരുന്നുണ്ട്. ഫാൻസി സാരി നമുക്ക് ഓർഡർ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അതിലിനി ഒരു ശംഖുപുഷ്പ ഫാൻസി സാരിയും കുറേ പേർക്ക് അത് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് ഇട്ടിരുന്നു. അത് നിങ്ങളുടെ ഫോണിൻ്റെയും ലൈറ്റിൻ്റെയും പ്രശ്നമാണ്, അതിൻ്റെ ശരിക്കുള്ള കളറ് അറിയാത്തത് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വാങ്ങിയവർ തന്നെ പിന്നെയും നമുക്കത് പിന്നെയും ഓർഡർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ഓർഡർ തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ ഷൈനി ചേച്ചി, അതേപോലെ ബിന്ദു ചേച്ചി, പിന്നെ നമ്മുടെ ഫസ്റ്റ് എടുത്ത പ്രേമവല്യം ടീച്ചർ അല്ലേ. അപ്പോൾ കുറേ പേര്, ഓരോരുത്തരുടെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ കുറേ പേര് പിന്നെയും എന്താ വാങ്ങിയിട്ടുണ്ട്. ആദ്യം വാങ്ങിക്കൊണ്ടുപോയിട്ട് പിന്നെയും ഞങ്ങൾക്ക് വേണം, ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു സന്തോഷ സമയങ്ങളാണ് കേട്ടോ. അതൊന്നും ഒരിക്കലും പറയാം, എങ്ങനെ പറയാം, ഒരു ചെറിയൊരു വാക്കിൽ നിങ്ങളോട് നന്ദി പറഞ്ഞാൽ തീരില്ല. ഫാൻസി ഇതുമാണ് പറഞ്ഞു വെച്ചാൽ, ഓർണമെൻറ്റ്സ് ആണ് പറഞ്ഞു വെച്ചാലും ഒരുപാട് പേര് വാങ്ങിയിട്ടോ. നമ്മൾ എന്താ ഇനി കുറച്ച് സാധനങ്ങൾ, സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എന്താ വെച്ചാൽ എല്ലാവരും ഉദ്ദേശിച്ചില്ല, നമ്മുടെ അമ്മൂനും അച്ഛനൊക്കെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ആ സാധനങ്ങൾ വാങ്ങിയത്. പിന്നെ നാളെ നമ്മുടെ അമ്മൂട്ടിയുടെ എന്താണ് എന്നറിയോ, സാരി ഉടുത്തിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. ഞാൻ അമ്മൂന് വാങ്ങിയ സാരി കാണിച്ചു തരാം. ഇതാ നമ്മുടെ അമ്മൂട്ടിക്ക് വാങ്ങിയ സാരി. ഇത് നിങ്ങൾക്ക് ഇത് ടിഷ്യൂ സാരിയാണ് കേട്ടോ. കണ്ടോ, അവൾക്ക് ഇതിലൊരു വർക്കും പാടില്ല, പ്ലെയിനായിട്ട് സിമ്പിളായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിമ്പിളായിട്ട് ഒരു ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ മതി, ഇങ്ങനെ എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പ്ലെയിൻ അല്ലാത്ത ഒരു കള്ളി സാരി എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അമ്മൂട്ടി അത് എടുത്താൽ പോരെ ചോദിച്ചപ്പോൾ, അല്ല അമ്മ കുട്ടികളൊക്കെ ഇങ്ങനത്തെ സാരി എടുക്കണത് പറഞ്ഞു. അപ്പം ഞാൻ മൽക്കോട്ടൻ്റെ വരുന്നുണ്ടല്ലോ അങ്ങനത്തെ സാരി, അതാണ് പറഞ്ഞു വെച്ചാൽ പിന്നെ അവളുടെ ആവശ്യം കഴിഞ്ഞേക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഈ സെറ്റ് സാരിയൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഈ അമ്പലങ്ങൾക്ക് പോകുമ്പോഴൊക്കെയല്ലേ അധികം സെറ്റ് സാരികൾ ഉടുക്കുള്ളൂ. അപ്പോൾ ഈ ഓണത്തിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെറ്റ് സാരി അധികം ഉടുക്കുക നമ്മൾ വിഷുവിനായിരിക്കും, പിന്നെ ശ്രീകൃഷ്ണ ജയന്തിക്കായിരിക്കും ഒന്ന്. അമ്പലങ്ങളിൽ പോകുമ്പോഴല്ലേ ഉടുക്കുക അധികം. അപ്പോൾ അമ്മ അതെടുക്കുക പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അത് ഒട്ടി കിടക്കണല്ലേ, ഒന്നും കൂടി തടിയില്ലാതിരിക്കണ ശരീരമാകുമ്പോൾ അവൾക്കിത് പറ്റില്ല എന്ന്. എന്താ ഇതിനൊരു വരുന്നത് എന്താ നേവി ബ്ലൂ ബ്ലൗസാണ് കേട്ടോ വരുന്നത്. അത് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അവൾ. കൈ അധികം ഇത്ര കൈയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അടിച്ച് കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ട്. കുപ്പിവള വാങ്ങിയിട്ടുണ്ട്, കാതിക്ക് വലിയ ജിമിക്കി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോയെങ്കിലും കാണിക്കാം കേട്ടോ. അപ്പോൾ അവൾക്ക് എന്താ ഇഷ്ടമുള്ള ഓരോന്ന് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, അയ്യോ അമ്മൂട്ടി വലുതായോ, വലിയ കുട്ടിയായോ എന്താ എന്നുള്ളത്. അമ്മൂന് സാരി കൊടുത്തത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാണുമെന്ന് വിചാരിച്ചിട്ടേ നമ്മൾ കണ്ടപ്പോൾ അമ്മ കളഞ്ഞിരിക്കുന്നു കേട്ടോ.
അവള് സ്വന്തമായിട്ട് സാരി കൊടുത്തു. നന്നായിട്ടുണ്ട് ചേട്ടാ. കുളിയൊക്കെ രാവിലെ വലിയ ഇടയ്ക്ക് കഴിയും പക്ഷേ കുളി കഴിഞ്ഞ് വെച്ചാലും ഒന്നും ചെയ്യില്ല. ഇന്നലെ ഈ വെച്ച ഐറ്റക്സിൻ്റെ പൊട്ടില്ലേ ഒരു 3 ദിവസം ഉണ്ടാവും. 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഈ സൈഡിൽ നിന്ന് വിട്ട് വരുമ്പോഴാണ് അത് എടുക്കുള്ളൂ. എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒട്ടുപൊട്ട് വെക്കണ്ട, ഒട്ടുപൊട്ട് വെക്കണ്ട, എന്താ സിംഗാറ് വാങ്ങിയിട്ടില്ലേ അത് വെച്ചോളാൻ പറയട്ടോ. അത് എന്നല്ലേ പറയട്ടെ അതിനെ, ചാന്ത് ചാന്ത് അത് വാങ്ങി വെച്ചോളാൻ പറയും. അമ്മയുടെ കാലത്ത് അമ്മ ചാന്ത് എന്ന് പറയും. പണ്ട് എൻ്റെ അച്ഛൻ ശബരിമലയ്ക്ക് പോയിട്ട് വരുന്ന സമയത്ത് എന്താ എൻ്റെ അച്ഛൻ വെച്ച് ഈ അച്ച് വാങ്ങിയിട്ട് വരുമായിരുന്നു, കൺമഷിയിൽ മുക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നത്. ഇപ്പോൾ എൻ്റെ മക്കൾ വലുതായപ്പോൾ ഒരു പ്രാവശ്യം അനിയട്ടൻ കൊണ്ടുവന്നു. എവിടെയാണ് അത് കിടക്കണമെന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടാത്തൊരു മാല അതാണ്ടോ, 4 ആന, അതിൻ്റെ മുകളിൽ ഒരു ലക്ഷ്മി ദേവിയിലേ, കണ്ടോ? ഓണത്തിനിട്ടോ അറിയാം. പിന്നെ ഇത് നമ്മുടെ അമ്മൂട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചൊരു മാലയാണ് കേട്ടോ. ഇതിൻ്റെ വൈറ്റാണ് അമ്മൂട്ടിക്ക് എടുത്ത് വെച്ചത്. പിന്നെ ഈ ഒരു മാല, എടുക്കാലോ. ഈ ഒരു മാല, പിന്നെ ഇതാ ഈ ഒരു മാല കണ്ടോ? അങ്ങനെ ആകുള്ളതാണത്, ആകുള്ളതാണ്. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടം തോന്നിയൊരു മാല. ദനിയേട്ടൻ എടുത്തോ 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 എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മോശമല്ലേ? അല്ലേ? നീ എടുത്തോ നീ എടുത്തോ നീ എടുത്തോ, കുറേ ദിവസമായി പറയണം കേട്ടോ, നീ എടുത്തോ. ഇതിൻ്റെ വേറെയും കളർ ചേഞ്ചുകൾ, ഇത് പച്ച തന്നെ ഉള്ളൂ കേട്ടോ, ബാക്കിയുള്ള കളറൊക്കെ പോയി. ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയും വരുന്നത് ഒരു സാരി ഉടുക്കുമ്പോഴേ അറിയുള്ളൂ കേട്ടാ. കണ്ടോ? രസല്ലേ? ഇതിൻ്റെ കളർ ചേഞ്ചുകളൊക്കെ പോയി. ഇനി ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ അല്ലേ? പച്ചയുടെ 2 എണ്ണം ഇട്ടിരിക്കണോ. അത് നമ്മുടെ വലിയ ഒരു താലിമാലയുടെ കൂടെയൊക്കെ, തിരക്കുള്ള താലിമാലയുടെയൊക്കെ കൂടെ ഇങ്ങനെ ഇടുമ്പോൾ ഈ ഒന്നും മതിയില്ലേ ലോക്കറ്റ്. നമുക്ക് കല്യാണങ്ങളൊന്നും ഇല്ലല്ലോ, കല്യാണങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? കല്യാണം വരുമ്പോട്ടാ മതി. ഇനി ചിങ്ങമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം തന്നെയല്ലേ അല്ലേ? ഇന്നലെ ഒരു കല്യാണ പെണ്ണ് നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഉണ്ടോ? ഇന്നലെ നമുക്കൊരു കല്യാണ പെണ്ണ് മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ. അവരുടെ കല്യാണത്തിന് വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് തുണി എടുക്കുക ചേച്ചി, കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. കല്യാണം അത്രേ. അപ്പോൾ കല്യാണത്തിന് നമ്മുടെ വീട്ടിൽ വന്നിട്ട് തുണി എടുക്കാന്ന്, തിരഞ്ഞെടുക്കാന്ന്. ആയിക്കോട്ടെ. ഇന്നലെ മീൻകറി വെച്ചതുകൊണ്ട് തേങ്ങ ഉണക്കമുളകൊക്കെ ഇട്ട് ചമ്മന്തി അരച്ചത്, ആ ചമ്മന്തി ഉണ്ട് കേട്ടോ നമുക്ക് ഉച്ചയ്ക്ക്. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് കറിയൊന്നും വെക്കണില്ല. ഇനി വൈകുന്നേരത്ത് ഞാൻ എന്ത് വിചാരിച്ചു എന്നറിയോ, കുറച്ച് മത്തൻ്റെ ഇല എടുത്തിട്ട് താളിപ്പ് ഉണ്ടാക്കിയാലേ. അപ്പോൾ അതും ഉണക്കസ്രാവില്ലേ എന്താ വറുത്തത്, ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് മിഞ്ഞാന്ന് വറുത്തതാ. അത് ഇന്നലെ മീൻ കൊണ്ടുവന്നപ്പോൾ മത്തി 1/2 കിലോ മത്തി വാങ്ങിയിട്ട് പുളി വെച്ചപ്പോൾ അതാർക്കും വേണ്ടി വന്നില്ല. അപ്പോൾ ആ പുളി ഇന്നും ഉണ്ട്. ഇപ്പോൾ ഇവരൊക്കെ കുടംപുളി, ആദ്യമൊന്നും ഇവർ കുടംപുളി അധികം കൂട്ടിയിരുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ കുടംപുളി വെച്ച് കൊടുത്തിട്ട് ഇവർക്ക് കുടംപുളിയോട് ഒരു താല്പര്യമായില്ലേ. അപ്പോൾ കുടംപുളി ഇട്ടിട്ട് വെച്ചാൽ കുഴപ്പമില്ല. സുകന്യ എന്താ വരാത്തതെന്നറിയോ? സുകന്യ പൊന്നൂന് കഴിക്കാൻ കൊടുക്കുകയാണ്. ചെക്കൻ ട്രൗസർ ഇട്ടിട്ടില്ല കേട്ടോ, ട്രൗസർ ഇടാണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പൊന്നൂൻ്റെ പനിയൊക്കെ പേതുണ്ട്. പൊന്നു ഉഷാറായിട്ട് കുഴപ്പമില്ലാണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ്. നാളെ കാണാം കേട്ടോ. എന്തായാലും നമ്മുടെ ഓണത്തിന് കുറച്ച് വിഭവങ്ങളൊക്കെ ആയിട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ? എന്താ ദൈവം അവിടെ കുറച്ച് എന്തായാലും സദ്യ ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വിചാരിച്ചത്, ഞാൻ ഇങ്ങനെ മനസ്സിൽ അതാണ്, നമ്മളൊന്നും മനസ്സിൽ വിചാരിക്കണല്ല കേട്ടോ നടക്കുക. നമ്മുടെ ജീവിതത്തിൽ വിപരീതമായിട്ടാണ്. നാളത്തെ ഇന്ന് എടുക്കാനുള്ള സാധനങ്ങൾ ഇനി എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാ, ഓണം കഴിഞ്ഞിട്ട് സാധനം ഇറക്കുമെന്ന് വിചാരിച്ചാ, അപ്പോൾ എടുക്കേണ്ടി വന്നത്. അപ്പോൾ ആ സമയം പോയില്ലേ, അപ്പോൾ പിന്നെയും തിരക്കായി. അല്ല, നമ്മൾ എടുക്കേണ്ടി വന്നു പറഞ്ഞു വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അത്. എന്താണെന്നറിയോ, അല്ല അത്
കുറ്റമായിട്ടല്ല പറഞ്ഞത്, അതുകൊണ്ട് വിചാരിച്ചെന്നില്ല കുക്കിംഗ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല എന്ന്. അല്ലാതെ അത് ബുദ്ധിമുട്ടായി എന്നല്ല പറയുന്നത്, അതുകൊണ്ടാണ് ഇതെടുക്കാൻ പറ്റാത്തത്. ഇനി ഒരു കാര്യം കൂടി നിങ്ങളുടെ ഇത് പറയാണ്ട് എന്താ പറയുക, അനിയേട്ടനും സതിയേട്ടനൊക്കെ ഷർട്ടുകൾ എടുത്തിട്ടില്ല കേട്ടോ. ഷർട്ട് അങ്ങനെ മുണ്ട് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇനി അതിനൊക്കെ ഒന്ന് ഒരു ദിവസം പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് കിട്ടണം. ഉത്രാടപ്പാച്ചിൽ എന്ന് പറയില്ലേ, ശരിക്കും ഉത്രാടപ്പാച്ചിൽ നമുക്ക് ആവാൻ പോണേ ഉള്ളൂ അല്ലേ. മഴയൊന്നും ഇല്ലാതെ നല്ല ഓണാഘോഷമാവട്ടെ. ഓണാഘോഷം നബിദിനാണ്. നബിദിന ഓണാഘോഷമൊക്കെ അടിപൊളിയാവട്ടെ. അപ്പോൾ നാളെ കാണാം.